ഹലോ ഫാമിലി, ഇന്ന് നമുക്ക് ഒരുപാട് മുള്ളാത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുള്ളാത്ത പിച്ചുന്നതും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിറയെ ഇത്രയും മുള്ളാത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പഴുത്തൊക്കെ പോയി. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അത് കാരണം പഴുത്തൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ മഴ തോന്നുന്ന സമയം നോക്കി പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഇതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാം. 1-2 പേര് എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എന്താ, കവർപ്പ് ടേസ്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പോഴേ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് നല്ല പഴുത്തതാണ് കേട്ടോ. പുറം നമ്മൾ തോന്നുമ്പം ബാക്കിയുള്ള പോലെ തന്നെ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളതിൻ്റെ കളർ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഉൾഭാഗം. ഇപ്പം നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കേടും ഉണ്ടായിരുന്നു. ഇവിടെ ഇത് 2 ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ ഇത് താഴെ വീണേനെ. അല്ല, നാളെ തന്നെ മിക്കവാറും കാറ്റത്ത് താഴെ വീണേനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഈ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയട്ടെ. ഇതതിൻ്റെ കൂഞ്ഞ് വരുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പം അതൊക്കെ അങ്ങ് പോട്ടെ. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാവേ. മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു പുളിയും ഒക്കെയാണ് കേട്ടോ. മധുരവും പുളിയും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്, അല്ലാണ്ട് കവർപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണ് കേട്ടോ. അത്രയും ബെനിഫിറ്റൊക്കെ ഉള്ളൊരു ഫ്രൂട്ടല്ലേ.